ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചുരിദാറിൻ്റെ കട്ടിങ്ങും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇപ്പം നമുക്ക് ആ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റിപ്പാണ്, ക്യാൻവാസ്. അപ്പോൾ ഈ ക്യാൻവാസിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തുണി ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലത്തെ നെക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആദ്യം ഒന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു മെത്തേഡിലല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി ഇതുപോലെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു രീതി ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ രീതിയിൽ ഇതിനകത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും നോർമൽ തയ്യൽ ABCD പോലും അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെച്ച് തയ്ക്കുമ്പം ശ്രദ്ധിക്കണം, ആ കഴുത്തിൻ്റെ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ വരത്തക്ക രീതിയിൽ നമ്മൾ അത് നേരെ ഇട്ട് കൊടുത്ത് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ലൈനിങ് ഇടാത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇതിനൊരു അടിച്ചു മറിക്കാൻ വേണ്ടി ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്നതാണെങ്കിൽ ആ ലൈനിങ് ആയിരിക്കും നമ്മൾ അടിച്ചു മറിച്ച് ഇത് നേരെ ആ ഒരു കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ അതിന് ഇവിടെ ലൈനിങ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ അതിനായിട്ട് സ്പെഷ്യൽ വേറൊരു പീസ്, ചെറിയ ഒരു പീസാണ് എടുക്കുന്നത്. നമ്മളപ്പം വേണ്ട സ്റ്റിപ്പിനകത്തെല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എക്സസ് വന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇതുപോലെയാണ് ഇനിയൊരു അടിച്ചു മറിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളതിൻ്റെ ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഇതുപോലെ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി ഇത് ആ എക്സസ് പീസുകളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ കഴുത്ത് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ അധികം വരുന്ന തുണികളെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇത് തീരെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പാക്കാം. ഇനി ഇതുപോലെ ഇതിൻ്റെ ആ ഒരു നമ്മൾ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സ്ക്വയർ നെക്കിൻ്റെ വരുന്ന ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കൈറ്റ് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അവിടെ ആ ഒരു ഷേപ്പ് പെർഫെക്റ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടുന്നത്. എന്നിട്ട് ആ എഡ്ജ് നമ്മളൊന്നും കൂടി ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടണം. ആ സ്റ്റിച്ച് പൊട്ടിപ്പോകരുത്, അതിന് ഇപ്പുറത്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ. എന്നിട്ടിനി നമുക്ക് അകത്തേക്ക് ആ തുണി ഇടുമ്പം ഇതുപോലെ നീറ്റായിട്ട് കഴുത്ത് കിട്ടും. ആ സ്ക്വയർ നെക്ക് കറക്റ്റായിട്ട് തന്നെ വരും നമ്മുടെ. ഇനി ഇതിൽ പുറമെ തയ്യൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തെ പീസിനകത്താണെന്ന് പതിച്ചടിച്ചെടുക്കുന്നത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കഴുത്ത് അവിടെ നല്ലതുപോലെ കിട്ടും നമുക്ക്. ഇതിൽ കാണിക്കുന്ന പോലെ ഞാൻ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇതിനകത്ത് അകത്തെ തുണിയിലൊന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പോൾ ഈ എഡ്ജ് ഭാഗം വരുന്നിടത്തൊക്കെ നമ്മളൊന്ന് കുത്തി സൂചി നിർത്തിയിട്ട് വേണം ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്കതൊരു പെർഫെക്റ്റിൽ കിട്ടത്തുള്ളൂ. അവിടെ ഒന്ന് സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു വെച്ച് ഇങ്ങനെ തയ്ച്ചെടുക്കണം. അപ്പം നമുക്ക് പുറമേ നോക്കുമ്പം തയ്യലൊന്നും കാണത്തില്ല, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ കഴുത്ത് വരികയും ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളിനി എല്ലാ ആ അധികം വന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട്, ഇപ്പോൾ അയൺ ചെയ്തിട്ടില്ല, ഞാൻ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റിൽ അവിടെ തന്നെ ഇരിക്കും അത്. ഇനി അകത്തേക്ക് നമ്മൾ ആ സ്റ്റിപ്പിനകത്തോട്ട് ചേർത്ത് വെച്ച് ഇതിൻ്റെ എക്സസ് വന്ന പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം, ആ അരികു ഭാഗമല്ല. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ആ സ്റ്റിപ്പിൻ്റെ സൈഡൊന്നും പുറത്ത് കാണത്തില്ല, എല്ലാം നല്ല നീറ്റായിട്ടിരിക്കും. ഇനി നമ്മൾ തയ്ച്ച് എടുത്ത ഈ ഒരു ഭാഗം നമ്മൾ പുറത്തേക്ക് പൊന്തി വരാതിരിക്കാൻ വേണ്ടി നമ്മളിതിനെ ഒന്ന് അവിടെ വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം.
കൈസൂചി വെച്ചിട്ട് നമ്മളൊന്ന് ഹെമ്മിങ് ചെയ്ത് വെക്കും. അപ്പോൾ പുറത്ത് സ്റ്റിച്ചുകളൊന്നും കാണത്തില്ല. അവിടെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്റ്റിച്ച് പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് കൈസൂചി വെച്ചിട്ടൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇതാ ഇവിടെ ഞാനത് ഹെമ്മിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ കഴുത്ത് കണ്ട നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തയ്യലൊന്നും പുറമേ കാണത്തില്ല. ഇപ്പോൾ തേച്ചും കൂടി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ഇരിക്കുന്നത്. ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ കഴുത്ത് റെഡിയായി. ഇനി ഇതാ നമ്മൾ അതുപോലെ തന്നെ ആ മെത്തേഡിൽ തന്നെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിപ്പ് വേണ്ട, സ്റ്റിപ്പില്ലാതെ നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം. ഫ്രണ്ട് നെക്ക് കറക്റ്റ് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കിൽ സ്റ്റിപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോർമൽ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലൊന്ന് അവിടെ എല്ലാം ഒന്ന് ചെറിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ അരികു ഭാഗങ്ങളെല്ലാം ഒന്ന് തിരിച്ചിടുമ്പം നല്ല കറക്റ്റ് റൗണ്ടിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു പീസ് തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ അകത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അകത്തെ പീസിലാണ് ആ ഒരു പതിച്ചടി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അകത്തേക്ക് അധികം വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ തന്നെ എടുത്തിട്ട് അരികു വശം ഒന്ന് നമ്മൾ അവിടെ ഫ്രണ്ട് കഴുത്തി ചെയ്തതുപോലെ തന്നെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് നമ്മൾ തയ്ച്ചെടുക്കും. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഒരു തയ്യൽ പുറത്ത് അത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് പിടിപ്പിക്കത്തില്ല. അതിന് പകരം നമ്മൾ അവിടെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. പകരം ഹെമ്മിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഹെമ്മിങ് ചെയ്ത് അത്രയും ഫിനിഷിങ്ങിൽ ബാക്ക് വശം നമുക്കതുപോലെ തന്നെ പുറമേ തയ്യലൊന്നും കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതാ ഞാനിത് പറഞ്ഞ ഇതാണ്. ഇതാ ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് ആദ്യം അതിൻ്റെ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണിത് അവിടെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ അതും നമുക്ക് നല്ല പെർഫെക്റ്റിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ കഴുത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഇതുപോലെ നമ്മൾ അങ്ങ് അവിടെ വെച്ച് അങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അകത്തേക്ക് ആ എക്സസ് നിൽക്കുന്ന പീസൊന്നും പുറത്തേക്ക് തള്ളി വരത്തില്ല. അത് അവിടെ തന്നെ അങ്ങ് പതിഞ്ഞിരുന്നോളും. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സ്റ്റിച്ച് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ ലൈനിങ് ഉണ്ടായിരുന്നത് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസായിരിക്കും ഇതുപോലെ അകത്തേക്ക് അങ്ങ് ഇട്ട് തയ്ക്കത്തതേ ഉള്ളൂ, ലൈനിങ് പിടിപ്പിക്കത്തതേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിതിനെ ഷോൾഡർ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊരുപോലെ വെച്ചിട്ട് രണ്ട് തയ്യലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ ലൈനിങ് ഇല്ലാതെ തയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടോപ്പൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിതിനൊരു പതിച്ചടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ബാക്ക് വശത്തേക്കാണ് നമ്മൾ പതിച്ചടിച്ച് എടുക്കുന്നത്. ബാക്കിലായിരിക്കും ഈ പതിച്ചടിക്കുന്ന സ്റ്റിച്ച് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ തയ്ച്ച് വെച്ച ഭാഗം നമ്മൾ പിടിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും കഴിഞ്ഞു. ഇനി നമ്മൾ കൈ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൈയുടെ ചുവട്ടിലായിട്ട് ഒരു ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. അത് ഞാനവിടെ ഒരു ടക്ക് ഇട്ടെടുത്തിരിക്കുകയാണ്. എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ടക്ക് ചെയ്തത്. ഇതുപോലെ ഞാനിവിടെ ഞൊറിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ നടുവ് നോക്കി നമുക്ക് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ ആ ഒരു ഏപ്പുണ്ടായിരുന്നു, ഏപ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു ഏപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്ക് സൈഡിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ആ ഒരു തയ്യൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളത് ബാക്കിൽ അറിയാത്ത രീതിയിൽ ബാക്കിൽ പോകാൻ വേണ്ടി ആദ്യം അത് വെച്ച് നോക്കി. അപ്പം ബാക്കിലോട്ട് വരത്ത ഏത് സൈഡിലാണോ വരുന്നത് ആ സൈഡിലായിരിക്കും നമ്മൾ ആ ഒരു
സ്ലീവ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം ഞാനിവിടെ ഏപ്പ് ഒന്നും ഇല്ലാത്ത ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ലീവ് ഞാൻ ഇവിടെ വെച്ച് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ആദ്യം. ഇങ്ങനെയൊക്കെ നമുക്ക് മുഴുക്കാതൊക്കെ വരുന്ന തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഏപ്പ് വരുന്ന പീസുകളൊക്കെ നമ്മൾ ബാക്ക് വശത്തേക്ക് വരത്തക്ക രീതിയിൽ തയ്ക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതുപോലെ 2 സ്ലീവും നടുക്ക് നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മാറിപ്പോത്തില്ല, നടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും പോയില്ല. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 സ്റ്റിച്ച് നമ്മളവിടെ കൊടുത്തു. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ ഷെയ്പ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാ എൻ്റെ ടേപ്പ് എവിടെയോ മിസ്സായി പോയി. എൻ്റെ മോൻ എവിടെ എടുത്ത് കളഞ്ഞു, കണ്ടില്ല. അപ്പം ഞാൻ അതിന് പകരം ഇപ്പോൾ ഈ ഒരു തടിയുടെ ആ ഒരു ഷെയ്പ്പൊക്കെ ചെയ്യുന്ന ആ ഒരു സ്കെയിൽ കൊണ്ടാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാനിവിടെ ഒരു 5 ഇഞ്ച്, എൻ്റെ അളവിനൊരു 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 14 ഇഞ്ച് നമ്മൾ കക്ഷക്കുഴിയിൽ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഏകദേശം എല്ലാവർക്കും ഈ ഒരു മെഷർമെൻറ്റിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നടുവ് ഞാനൊരു 7 കണക്കാക്കി, ഒരു 14ൻ്റെ പകുതി 7, അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് ഇനി നമ്മുടെ ഷേപ്പ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ നോക്കിയിട്ട് അതിൽ എക്സസ് അധികം വരുന്ന നമ്മുടെ ഷേപ്പ് നമുക്കറിയാമല്ലോ, ഒരു 16 ഇഞ്ച് 16.5 ഇഞ്ച് ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഞാനിപ്പോൾ ഇതിൽ അധികമായിട്ടാണ് തയ്ക്കുന്നത്. ഞാൻ ആദ്യം ഒരു 17 ഇഞ്ചിൻ്റെ ആ ഒരു കണക്കിൽ ആദ്യം ഒരു 2.5 ഇഞ്ച് ഞാൻ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കണം താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ വയറ് ഭാഗം കൊണ്ട് ഇച്ചിരി വയറൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അവിടെ ഇച്ചിരി ഒതുക്കിയാണ് വരച്ചെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് ഒരു ടൈറ്റ് വരും. അപ്പം നമ്മൾ അതിന് കണക്കാക്കി വേണം ഈ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്ലിറ്റ് ഭാഗം അന്നേരം ടൈറ്റായിട്ടിരിക്കും. അപ്പം നമ്മളത് നോക്കിയിട്ട് നമ്മുടെ ആ ഒരളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിത് കൂട്ടി തയ്ച്ചെടുക്കണം. ഇപ്പം മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ തീരെ നമുക്ക് അറിയാത്തവരാണെങ്കിൽ നമുക്കിനി ഇട്ട് നോക്കിയിട്ട് ഒരു സ്റ്റിച്ച് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇട്ട് നോക്കിയിട്ട് നമ്മളിനി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ അറിയാമെന്ന് ഇട്ട് നോക്കിയതിന് ശേഷം ബാക്കി ഷേപ്പൊക്കെ ചെയ്തെടുക്കുക. ഞാനങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒരു 2-3 സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് അഴിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മളതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് ആദ്യം ഇത് ഒരു സ്റ്റിച്ച് ഇട്ട് നോക്കിയിട്ടാണ് ബാക്കി 2-3 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കാൻ വേണ്ടി സ്ലിറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തതുപോലെ ഒരു ചെറിയ ഒരു കട്ടി നമ്മൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മടക്കി ഇതുപോലെ വെക്കാൻ പറ്റത്തുള്ളൂ മുകളിലേക്ക്. അപ്പോൾ അതാ ഇതുപോലെ നമ്മളിനി ആ സ്ലിറ്റ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതിന് താഴെ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ അവിടം വരെ ഒന്ന് തയ്ച്ച് കുത്തി നിർത്തിയിട്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ മടക്കി കറക്റ്റായിട്ട് വെച്ചൊന്ന് നല്ലപോലെ ഫോൾഡ് ചെയ്ത് ലെവലിൽ തന്നെയൊന്ന് തയ്ച്ചെടുക്കാം. അപ്പം നമുക്ക് സ്ലിറ്റും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അതിലൊരു തയ്യലും കൂടി തയ്ച്ച് കൊടുക്കണം ഇപ്പുറത്തെ സൈഡിൽ കൂടി. ലൈനിങ് ഇല്ലാത്ത ടോപ്പാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ സ്ലിറ്റിൻ്റെ ഇതും കഴിഞ്ഞു. സ്ലിറ്റ് ഇത്രയേ ഉള്ളൂ, എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നമ്മുടെ സ്ലിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കോട്ടൺ തുണിയായതാണ് ഇത്രയും നീറ്റിൽ വരുന്നത്.
ഇതാ അടിവശം നമ്മൾ ഇതുപോലെ ലെവലിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ലിറ്റ് കഴിച്ച പോലെ തന്നെ അകത്തേക്ക് 2 മടക്കിലും മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതാ ഇത്രയേ ഉള്ളൂ. ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാർ ഫിനിഷ് ആവും. പിന്നെ ഇതൊരു പ്ലെയിൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിതിൽ കൊടുത്തിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരു പ്ലെയിൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ലേസ് വെച്ച് ചുവട്ടിലായിട്ടൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ. ബാക്കിലത്തെ പീസിൽ മാത്രമാണ് നമ്മൾ 2 തയ്യൽ ഇതുപോലെ അടിഭാഗത്തുകൂടി ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ലേസ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരു തയ്യൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ ഒറ്റ തയ്യൽ മാത്രമേ മടക്കി വെച്ച് തയ്ച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എൻ്റെ കയ്യിലൊരു സിൽവർ കളറുള്ള ലേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി നമ്മൾ ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് കുറച്ച് സ്റ്റോണൊക്കെ ഉണ്ട്, അപ്പം തയ്ക്കാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റോൺ അതിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ്. എന്നിട്ട് ഇത് അടിയിൽ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് എങ്ങനെ പെർഫെക്റ്റിൽ വന്നെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് ഞാൻ സ്റ്റോണൊക്കെ ഇതിൻ്റെ കൈയുടെ ചുവട്ടിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിലും കുറച്ച് സീക്വൻസ് വർക്കും സ്റ്റോൺ വർക്കും ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചുരിദാറൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അറിയാത്തവരൊക്കെ കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കൈ തയ്ച്ചിരിക്കുന്നത്. എനിക്കത്ര ടൈറ്റ് വേണ്ടാത്തത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ടൈറ്റായിട്ട് തയ്ക്കേണ്ടവർക്ക് അതും കറക്റ്റ് ഫിറ്റിൽ തയ്ച്ചെടുക്കാൻ പറ്റും, കുറച്ചുകൂടി ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ലൂസാക്കിയാണ് കൈ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത്, കാരണം മുട്ട് മടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണത്. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത സ്റ്റോൺ വർക്ക്. കുറച്ച് സ്റ്റോൺസൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കഴുത്തിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോൺസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ടൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് തയ്ച്ചാൽ നമ്മുടെ കറക്റ്റ് ഫിറ്റിൽ തന്നെ നമുക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.